ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എയിംസിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇനിയുള്ള വീഡിയോ. സോ എല്ലാ വീഡിയോയും മറക്കാതെ കാണുക. ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ ബേസിക്കലി എയിംസ് ഇൻഫോർമേഷൻ ബ്രോഷർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ബേസിക്കലി നമ്മൾ എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എലിജിബിൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സൈറ്റിൽ കയറി നിങ്ങളുടെ പേജിൽ കയറി നിങ്ങൾക്ക് ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഓപ്പൺ ആവുമ്പോൾ അതിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചോയ്സ് ഫില്ലിങ് നമുക്ക് നടത്താവുന്നതാണ്. നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഓർഡറിൽ നിങ്ങൾക്ക് ഏത് എയിംസ് ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡറിൽ എത്ര എയിംസ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റാങ്കിനനുസരിച്ച് ഓരോ എയിംസും അലൗട്ട് ആവുന്നതായിരിക്കും. ചൂസ് ചെയ്ത ഓർഡർ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ലോക്ക് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റിന് മുൻ അത് ലോക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ലോക്ക് ആവുന്നതായിരിക്കും. റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ എയിംസിലും കിട്ടാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. നിങ്ങൾക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും റാങ്കിൽ. നിങ്ങൾക്കിപ്പോൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് റിസർവേഷൻ കൂടാതെ, റിസർവേഷൻ അല്ലാതെ തന്നെ നിങ്ങൾക്ക് സീറ്റ് ജനറൽ ആയിട്ട് റിസർവേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സെക്കൻഡ്, നിങ്ങളുടെ റാങ്ക് കുറച്ച് പിന്നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ വെച്ചിട്ട് ആ എയിംസിൽ കിട്ടുമോ എന്നുള്ളതായിരിക്കും സെക്കൻഡ് നോക്കുന്നത്. ഇത് ഓരോ എയിംസും അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓപ്ഷനിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് കിട്ടുമോ നോക്കും. ദെൻ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുമോ നോക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എയിംസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് കൗൺസിലിങ്ങിന് കിട്ടിയ എയിംസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ സൈറ്റിൽ കയറി ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കാണാത്തവർ അതാദ്യം കണ്ടിട്ട് ഇത് കാണുക. ദെൻ നിങ്ങൾക്ക് ഓൺലൈനിൽ സീറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് വരും. ഒന്ന്, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അലോട്ടഡ് സീറ്റ് അക്സെപ്റ്റ് ചെയ്തു, ഇനിയുള്ള കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നും. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് അക്സെപ്റ്റ് ചെയ്തു ബട്ട് സെക്കൻഡ് കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതാണ്. ഈ കിട്ടിയ സീറ്റ്, നിങ്ങൾക്ക് ഫസ്റ്റ് കൗൺസിലിങ്ങിന് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് റിഫ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. നമ്മൾ ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാൻ. ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റിൽ, ഇത് തന്നിരിക്കുന്ന ഡേറ്റിൽ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കൗൺസിലിങ്ങിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല. ദെൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ അഡ്മിഷന് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ ഫസ്റ്റ് കൗൺസിലിനും നമുക്ക് കിട്ടിയ സ്ഥലത്ത് എയിംസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്ന് അഡ്മിറ്റ് കാർഡ് ആയിരിക്കും. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ എയിംസിൻ്റെ എക്സാമിന് കിട്ടിയ അഡ്മിറ്റ് കാർഡ്, പിന്നെ രജിസ്ട്രേഷൻ സ്ലിപ്പ്. ഇതിന് വേണ്ടി എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്, അത് കൊണ്ടുവരണം. ദെൻ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഉള്ളതാണ്. ദെൻ സീറ്റ് അലോക്കേഷൻ ലെറ്റർ. ഇതൊക്കെ കൗൺസിലിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് എയിംസ് അലോട്ട് ചെയ്തതിന് ശേഷം വരുന്നതാണ്. ദെൻ 12th സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റും, ദെൻ 12th മാർക്ക്ഷീറ്റും സർട്ടിഫിക്കറ്റും വേറെ വേറെ ആണെങ്കിൽ അത് കൊണ്ടുവരേണ്ടതാണ്. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ SC/ST കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തന്നെ നമ്മൾ അഡ്മിഷൻ ടൈമിന് കൊണ്ടുവരേണ്ടതാണ്. ദെൻ PWDയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. ദെൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു എല്ലാത്തിൻ്റെയും ഈ എബവ് മെൻഷൻ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒരു കോപ്പി നമ്മുടെ അടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതും കൊണ്ടുപോകണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ. ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ 1 lakh DD നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഏത് എയിംസിലാണോ കിട്ടിയത് അവിടെ നമ്മൾ 1 lakh ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ല എങ്കിൽ. സോ ഇത്രയും ഇൻഫോർമേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ താങ്ക് യു.